ഡോക്ടേഴ്സിനെ രക്ഷിച്ചുകൊണ്ടാണ് അവിടെ ജില്ലാതലത്തിൽ നിന്നും റിപ്പോർട്ട് വന്നത്. അതായത് അവിടെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ചികിത്സ നടന്നത്, വീഴ്ചകൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതൊക്കെയായിരുന്നു റിപ്പോർട്ട്. എന്നാൽ ആരോഗ്യവകുപ്പ് തലപ്പത്ത് വളരെ കർക്കശമായ നിലപാടെടുത്തു ഈ കാര്യത്തിൽ. കാരണം കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. 9 വയസ്സുള്ള വിനോദിനിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. ഈ ദാരുണ സംഭവത്തിന് സ്വാഭാവികമായും ഉത്തരവാദിത്വം അത് കൈകാര്യം ചെയ്ത ഡോക്ടേഴ്സിനുണ്ട്. അതുകൊണ്ടാണ് ജൂനിയർ റെസിഡന്റുമാരായ 2 പേർക്കെതിരെ ഈ വിഷയം ആദ്യം കൈകാര്യം ചെയ്ത 2 പേർക്കെതിരെ കടുത്ത നടപടിയിലേക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം ആരോഗ്യ വകുപ്പ് കടന്നത്. യഥാർത്ഥത്തിൽ അവരെ രക്ഷിച്ചുകൊണ്ടായിരുന്നു DMO തലത്തിലുള്ള റിപ്പോർട്ട്. ഏതെങ്കിലും രീതിയിൽ വീഴ്ച പറ്റിയിട്ടില്ല, പ്രോട്ടോക്കോളുകളെല്ലാം പാലിച്ചു. മാത്രവുമല്ല, അത് ഇത്തരത്തിലുള്ള കേസുകൾ ഇൻഫെക്ഷനുള്ള സാധ്യതകളുണ്ട് എന്നുകൂടി ചേർത്തുകൊണ്ട് റിപ്പോർട്ട് നൽകുന്നു. ഈ റിപ്പോർട്ട് തന്നെ വൈകിയാണ് നൽകിയത്. നേരത്തെ ആരോഗ്യമന്ത്രി കർക്കശമായി എത്രയും വേഗം റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ എന്നാൽ വൈകിയാണ് റിപ്പോർട്ട് കിട്ടിയത്. ആ റിപ്പോർട്ട് സർക്കാർ തലത്തിൽ പരിശോധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2 പേരെ, മുസ്തഫ, സർഫറാസ്, ഈ 2 ഡോക്ടേഴ്സിനെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞതാണ്. ഇപ്പോൾ അത് ഉത്തരവായി മാറിയിരിക്കുന്നു. ഉത്തരവിന്റെ പകർപ്പാണ് 24-ന് ലഭിച്ചിരിക്കുന്നത്. ഈ വിനോദിനിയുടെ കൈമുറിച്ച സംഭവത്തിൽ അതിൽ ആരോഗ്യ വകുപ്പിനെതിരെ വലിയ രീതിയിൽ ആക്ഷേപങ്ങൾ, പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. അതിലാണ് മന്ത്രിതലത്തിൽ തന്നെ ഇടപെട്ട് കടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. SKN ഈ സസ്പെൻഷൻ നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഈ കുട്ടിയുടെ വലത് കൈ മുറിക്കേണ്ടി വന്ന സാഹചര്യത്തെ വളരെ തെറ്റായ രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കാരണം ഡോക്ടർമാരുടെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് സമർത്ഥിക്കാൻ റിപ്പോർട്ട് വളരെ ശാസ്ത്രീയമായി ശ്രമിച്ചു എന്നുള്ള നിഗമനമാണ് ഇപ്പോൾ സർക്കാർ തള്ളിയിരിക്കുന്നത്. മന്ത്രി വീണ ജോർജ് കൂടി ഇടപെട്ടാണ് ഈ സസ്പെൻഷൻ ഉറപ്പുവരുത്തിയിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.